ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും UK ലെവലപ്പിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NCERT 7th സ്റ്റാൻഡേർഡ് സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ 4th ചാപ്റ്ററാണ് ഹീറ്റ്. നമ്മൾ 3rd ചാപ്റ്ററിൽ വൂളൻ ക്ലോത്ത്സിനെ പറ്റി പഠിച്ചിട്ടില്ലേ? ഈ വൂളൻ ക്ലോത്ത്സ് നമുക്ക് കിട്ടുന്നത് ഫൈബേഴ്സിൽ നിന്നാണല്ലേ. ആനിമൽ ഫൈബേഴ്സിൽ നിന്നും കിട്ടാം, പ്ലാന്റ് ഫൈബറിൽ നിന്നും കിട്ടാം. അതൊക്കെ നമ്മൾ 3rd ചാപ്റ്റർ പഠിച്ചു കേട്ടോ. കാണാത്തവർ അത് വീഡിയോ കൂടി കാണുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മൾ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക്സ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കും. 7ാം ക്ലാസ്സിൻ്റെ തന്നെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവർ അത് കൂടി ഒന്ന് കാണുക. ഒപ്പം ഈ ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി കാണും. ഒന്ന് പ്രസ് ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ നമ്മളെവിടെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? വൂളൻ ക്ലോത്ത്സിൻ്റെ കാര്യം. ഇത് നമ്മുടെ തണുപ്പ് കാലത്ത് ഒരുപാട് സഹായിക്കുന്ന നമ്മളെ ബോഡിയിലെ ടെമ്പറേച്ചർ ഇങ്ങനെ തടഞ്ഞു വെച്ച് നമ്മുടെ ബോഡിക്ക് ചൂടൊക്കെ നൽകിക്കൊണ്ട് തണുപ്പ് കാലത്ത് നമുക്ക് തണുപ്പിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് ഈ വൂളൻ ക്ലോത്ത്സുകൾ സഹായിക്കുന്നില്ലേ? അപ്പോൾ ഭയങ്കര ചൂടുകാലം വരുമ്പോൾ നമ്മൾ എന്താണ്, കോട്ടൺ ഡ്രസ്സുകളാണ് ഉപയോഗിക്കാറുള്ളത്. ഈ കോട്ടൺ ഡ്രസ്സിൻ്റെ പ്രത്യേകത ടെമ്പറേച്ചറിനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാൻ വിടും. അപ്പോൾ നമ്മുടെ ബോഡിയിലെ ചൂടുകാലത്ത് നമുക്ക് എന്തിനാണ് ഒരുപാട് ടെമ്പറേച്ചറിൻ്റെ ആവശ്യമൊന്നുമില്ല അല്ലേ. അപ്പോൾ ടെമ്പറേച്ചർ ഇങ്ങനെ ഫ്രീ ആയിട്ട് പുറത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കും. നമ്മുടെ ബോഡിയെ കുറച്ചുകൂടെ കൂളാക്കി വെക്കാൻ സഹായിക്കുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള ഡ്രസ്സുകളുണ്ടല്ലേ. അതുപോലെ നമുക്ക് ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും ഒക്കെ പ്രൊട്ടക്ഷൻ തരുന്നതാണ് നമ്മുടെ വീടല്ലേ. നമ്മൾ വീടിൻ്റെ അകത്ത് ഇപ്പോൾ നല്ല ചൂടുള്ള സമയത്താണെങ്കിൽ നമ്മൾ വീടിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ നമുക്ക് എന്താണ്, കുറച്ചുകൂടെ കൂൾനെസ് ഒക്കെ ഫീൽ ചെയ്യാറില്ലേ? പക്ഷെ നമ്മളൊന്ന് പുറത്തോട്ടിറങ്ങി നോക്കിയേ, ഭയങ്കര ചൂടായിരിക്കും അല്ലേ. ഇപ്പം ചൂടും തണുപ്പും ഒരുപാട് തരത്തിലുണ്ടല്ലേ. അതായത് ചില ചൂടുകളൊന്നും നമുക്ക് സഹിക്കാൻ പോലും പറ്റില്ല. ഇപ്പം നമ്മൾ ചൂടായിരിക്കുന്ന ഒരു പാനെ നമ്മൾ ടച്ച് ചെയ്യാൻ നിൽക്കട്ടെ, നമ്മുടെ കൈ പൊള്ളില്ലേ. ആ ചൂട് നമുക്ക് എന്താണ്, നമുക്ക് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിട്ടുള്ളൊരു ചൂടാണ് അതിൽ നിന്ന് വരുന്നത്. ഇപ്പോൾ ചെറിയൊരു വെയിലൊക്കെ ആണെങ്കിലോ നമ്മൾ അധികം തളരാതെയൊക്കെ കുറേ നേരം പിടിച്ചിരിക്കും. പക്ഷേ നല്ല വെയിലുണ്ട്, കുറേ നേരം നമ്മൾ ആ വെയിലെടുക്കുകയാണെങ്കിലോ നമുക്കെന്താണ്, ഭയങ്കരമായിട്ട് ക്ഷീണം തോന്നും അല്ലേ. നമ്മുടെ ബോഡിയിലെ വെള്ളമൊക്കെ പോയിട്ട് ഇവോപ്പറേറ്റ് ചെയ്ത് പോയിട്ട് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ക്ഷീണം ഉണ്ടാവും. നമുക്ക് ഒരുപാട് ചൂടുള്ള വസ്തുക്കളെ അറിയാം, ഒരുപാട് തണുപ്പുള്ള വസ്തുക്കളെ നമുക്കറിയാം. ഈ ഐസ്ക്രീമൊക്കെ എന്ത് തണുപ്പാണല്ലേ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ എന്ത് ചെയ്യും, ഫ്രൂട്ട് ജ്യൂസ്, നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഫ്രൂട്ട് ജ്യൂസൊക്കെ അത്യാവശ്യം തണുപ്പുള്ളതായിരിക്കും. അത് കുടിക്കുമ്പോൾ ഇപ്പോൾ ചൂട് സമയത്ത് നമ്മൾ ഒരു ലെമൺ ജ്യൂസ് വാങ്ങിച്ച് കുടിച്ച് നോക്കി, ഉള്ളിലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യില്ലേ, ഒരു തണുപ്പ് ഫീൽ ചെയ്യില്ലേ. അതുപോലെ തന്നെ ചൂടുള്ള ഒരുപാട് വസ്തുക്കളുണ്ട്. ഇപ്പോൾ ഒരു ക്യാൻഡിൽ കൊണ്ടുവന്ന് നമ്മൾ കൈ തൊടുകയാണ്, എന്ത് ചെയ്യും, കത്തിക്കൊണ്ടിരിക്കുന്ന ക്യാൻഡിൽ നമ്മൾ കൈ ഇട്ടാൽ കൈ പൊള്ളിപ്പോവും. അതെന്തുകൊണ്ടാണ്? അതിന് അത്രയ്ക്ക് ടെമ്പറേച്ചറുണ്ട്, അതിന് തൊടാൻ പാടില്ല, അത് അപകടമാണല്ലേ. നിങ്ങൾക്ക് ഡിഫറെൻ്റ് തരത്തിലുള്ള കോൾഡ് കുറവും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതെങ്ങനെ ഫീൽ ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ ഒരു എക്സാമ്പിൾ പറയട്ടെ, ഒരു പരീക്ഷണമാണ് കേട്ടോ. നമ്മളൊരു ഐസ് കട്ട എടുത്തിട്ട് നമ്മളൊരു പാനിൽ വെച്ചിട്ട് നമ്മൾ ഗ്യാസ് ഓണാക്കി നോക്കിയേ. ആ ഒരു സമയത്ത് നമ്മൾ ആദ്യം ഇത് തൊട്ട് നോക്കുമ്പോൾ ഈ ഐസ് ഉരുകി വരുന്ന സമയത്ത് എന്താവും, ആദ്യം നല്ല തണുപ്പായിരിക്കുമല്ലേ ഐസ് കട്ട. കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഇതിൻ്റെ തണുപ്പ് മാറി ചെറിയ ചൂട് വന്ന് നമുക്ക് പിന്നെ തൊടാൻ പറ്റുമോ? ഇല്ല. അവസാനമൊക്കെ ആകുമ്പോൾ ഇത് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് അതിൽ ടച്ച് ചെയ്യാൻ പറ്റത്തില്ല, നമ്മളെ കൈ പൊള്ളും. ആ ഒരു വേരിയേഷൻ കണ്ടില്ലേ, നല്ല തണുപ്പിൽ നിന്ന് നല്ല ചൂടിലോട്ട് വരുന്ന ഇത്രയും ടെമ്പറേച്ചറിൻ്റെ വേരിയേഷൻസ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ കൈ കൊണ്ട് ചിലപ്പോൾ ഒരു പർട്ടിക്കുലർ അത് കഴിഞ്ഞാലും നമ്മളെ കൈ കൊണ്ട് നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് കൈ കൊണ്ട് പറയാൻ പറ്റും, ഇത്ര ഡിഗ്രി ടെമ്പറേച്ചറാണ് ഇപ്പോൾ ഇതിനുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ നമുക്ക് ടെമ്പറേച്ചർ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിലൊരു ഉപകരണമുണ്ട്. ആ ഉപകരണത്തിൻ്റെ പേരാണ് തെർമോമീറ്റർ. നമ്മൾ ടെമ്പറേച്ചർ എപ്പോഴും പറയുമ്പോഴും ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ തെർമോമീറ്ററിലൊക്കെ അളക്കില്ലേ, അത് ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ പറയുന്നത്. വേറെ യൂണിറ്റും കൂടെ ഉണ്ട്, ഫാരൻഹീറ്റ്. അതിനെപ്പറ്റി നിങ്ങളിപ്പോൾ വറി ചെയ്യേണ്ട. ഇപ്പോൾ ഡിഗ്രി സെൽഷ്യസ്. ഇപ്പോൾ നമുക്ക് പനിയുണ്ടെങ്കിലോ നമ്മൾ ആശുപത്രിയിൽ പോകുമ്പോൾ ഒരു തെർമോമീറ്റർ തരാറില്ലേ. ആ തെർമോമീറ്ററിനെ പറയുന്ന പേരാണ് ക്ലിനിക്കൽ തെർമോമീറ്റർ. ഇവിടെ നമുക്കൊരു ക്ലിനിക്കൽ തെർമോമീറ്ററിൻ്റെ പടം തന്നിട്ടുണ്ടല്ലേ. അതിൽ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് ഒരു ക്ലിനിക്കൽ തെർമോമീറ്റർ റീഡ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അതിലും മെഷർ ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ. അതിൽ ഓരോരോ വരകളും ഓരോരോ ഡിഗ്രി സെൽഷ്യസിനെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്കപ്പോൾ നോക്കിയാലോ.
നോർമലി നമ്മുടെ ടെമ്പറേച്ചർ ഉണ്ടല്ലോ, നോർമൽ തെർമോമീറ്ററിൽ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് 0 മുതലുള്ള ടെമ്പറേച്ചർ എടുക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ ഈ ക്ലിനിക്കൽ തെർമോമീറ്ററിലാണെങ്കിലോ 35°C മുതൽ 42°C വരെയുള്ള ടെമ്പറേച്ചറാണ് എടുക്കാൻ പറ്റുന്നത്. അതെന്താണെന്നറിയാമോ? ഒരു ഹ്യൂമൻ ബോഡിയുടെ നോർമൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 37°C ആയിരിക്കും. അപ്പോൾ അതിൽ കുറച്ച് കുറവോ കുറച്ച് കൂടിയതോ മെഷർ മതി നമുക്ക്. അതിനേയും കാട്ടി ഒരു ലിമിറ്റിനപ്പുറം ഹ്യൂമൻ ബോഡിയുടെ ടെമ്പറേച്ചർ കൂടില്ലല്ലോ. അതുകൊണ്ടാണ് ഇത്രയും കുറച്ച് മെഷേഴ്സേ അതിൻ്റെ അകത്ത് കാണുള്ളൂ. അപ്പോൾ തെർമോമീറ്റർ റീഡ് ചെയ്യുന്ന കാര്യം, ക്ലിനിക്കൽ തെർമോമീറ്ററിൻ്റെ കേസിലാണെങ്കിൽ അതിൻ്റെ ബോട്ടത്തിലായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? ഒരു ബൾബ് ലൈക്ക് സ്ട്രക്ചർ കാണാൻ പറ്റും. അതിൻ്റെ അകത്താണ് എന്ത്? മെർക്കുറി ഫില്ല് ചെയ്തിരിക്കുന്നത്. ഈ മെർക്കുറിയുടെ റീഡിങ് അനുസരിച്ചാണ് ഏതുവരെ മൂവ് ചെയ്യുമെന്നനുസരിച്ചാണ് നമ്മൾ തെർമോമീറ്ററിൽ വെച്ചിട്ട് ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത്. തെർമോമീറ്ററിൽ നമുക്ക് സ്കെയിലിൽ കാണും പോലെ 2 ലാർജ് ഡിവിഷൻസ് കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ 35നും 36നെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന 2 ലാർജ് ഡിവിഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അതിൻ്റെ ഇടയ്ക്കായിട്ട് 4 വരകൾ, കുഞ്ഞു വരകൾ കാണാൻ പറ്റും. അതായത് ഈ 4 വരകൾ ഉണ്ടാകുമ്പം യഥാർത്ഥത്തിൽ ആ 2 വരകൾക്കിടയിൽ 5 ഡിവിഷൻസ് ഉണ്ടാവുകയാണ്. അങ്ങനത്തെ പോലെ 5 ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ ഓരോ ഡിവിഷൻസും എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ 35 മുതൽ 36 വരെ ആ വലിയ വരകൾ 1°C ആണ്. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞ് ഡിവിഷൻ എത്രയാണെന്ന് ചോദിക്കാനാണെങ്കിൽ 1/5, അതായത് 0.2°C ആണ് 2 കുഞ്ഞു വരകൾ തമ്മിലുള്ള ഡിവിഷൻ. അല്ലെങ്കിൽ ഒരു വലിയ വരയും കുഞ്ഞു വരയും തമ്മിലുള്ള ഡിവിഷൻ അതെത്രയാണ്? 0.2 ആണ്. അടുത്തടുത്ത് കിടക്കുന്നതിൻ്റെയാണ് കേട്ടോ പറയുന്നത്. അടുത്തടുത്ത് കിടക്കുന്നത് വലിയ വര ആയിക്കോട്ടെ കുഞ്ഞു വര ആയിക്കോട്ടെ, അത് തമ്മിലുള്ള ഡിവിഷൻസ് ആണ് 0.2°C. നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു പേപ്പർ എടുത്തിട്ട് വരച്ചു നോക്കുക. ഒരു 2 വലിയ വര വരച്ചു നോക്കുക. അതിൻ്റെ ഇടയിലായിട്ട് 4 വരകൾ വരച്ചു നോക്കുക. ഇങ്ങനെ 4 വരകൾ വരയ്ക്കുമ്പോൾ 5 ഡിവിഷൻസ് ആയിട്ട് അത് മാറും. 2 വരകൾക്കിടയ്ക്കും വലിയ വരകൾക്കിടയ്ക്കും 5 ഡിവിഷൻസ് ആയിട്ട് മാറും. അപ്പോൾ ഓരോ ഡിവിഷൻ 1/5 = 0.2°C എന്ന് കിട്ടും. °C ആണ് അതിൻ്റെ ഇൻഡിക്കേറ്റർ, അത് മറക്കരുത് കേട്ടോ. ഈ ആശുപത്രിയിലൊക്കെ പോകുമ്പോൾ തെർമോമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് നാക്കിൻ്റെ അടിയിൽ വെച്ചിട്ടാണ് ടെമ്പറേച്ചർ, ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത്. ആ ഒരു കണ്ടീഷനിൽ നമ്മൾ തെർമോമീറ്റർ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും അത് സ്റ്റെറിലൈസ്ഡ് ചെയ്തിട്ട്, അതായത് ഒരു കീടാണു പോലും ഇല്ലാതെ അതിനെയൊക്കെ ശുചിയാക്കിയതിന് ശേഷം വേണം യൂസ് ചെയ്യാനായിട്ട്. നമ്മുടെ നോർമൽ ഹ്യൂമൻ ബോഡിയുടെ ടെമ്പറേച്ചർ 37°C ആണ്. അതായത് ഒരിക്കലും ഒരു മനുഷ്യൻ്റെ നോർമൽ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 35°C താഴോട്ടോ 42°C മുകളിലോട്ടോ പോവില്ല. അതുകൊണ്ടാണ് നമ്മുടെ ക്ലിനിക്കൽ തെർമോമീറ്ററിൽ 35°C മുതൽ 42°C വരെ മാത്രമേ റീഡിങ് കാണിക്കത്തുള്ളൂ. ഇവിടെ ഫോട്ടോ കൊടുത്തേക്കുന്ന കണ്ടില്ലേ, ഇത്ര റീഡിങ് അതിൻ്റെ അകത്തുള്ളൂ. ക്ലിനിക്കൽ തെർമോമീറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത് ഹ്യൂമൻസിന് വേണ്ടി മാത്രമാണ് കേട്ടോ. അത് വേറൊരു പർപ്പസിന് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? സണ്ണ് വെയിൽ കിട്ടുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ഫ്ലെയിമുള്ള സ്ഥലത്തോ നമ്മൾ വെക്കാൻ പാടില്ല. ഇത് ഗ്ലാസ് ആണ്. ഈ ഗ്ലാസ് ട്യൂബ്സ് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നമുക്ക് ഒരുപാട് തരത്തിലുള്ള തെർമോമീറ്റേഴ്സ് ഉണ്ടല്ലേ. അതിലൊരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ലബോറട്ടറി തെർമോമീറ്റേഴ്സ്. നമുക്ക് പലതരത്തിലുള്ള തെർമോമീറ്റേഴ്സ് ഉണ്ട്. അത് നമ്മൾ പലതരത്തിലുള്ള വസ്തുക്കൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ലബോറട്ടറി തെർമോമീറ്റർ നോക്കിയാൽ ഇതിൻ്റെ അകത്ത് -10°C മുതൽ 110°C വരെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. -10°C എന്ന് പറയുമ്പോൾ ഐസിനെയും കാട്ടി താഴെ അത്രയ്ക്ക് തണുപ്പുള്ളത് വരെ നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ് നിങ്ങൾക്കറിയാലോ 100°C ആണ്. അതിന് മേലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് വെച്ചിട്ട് മെഷർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതെങ്ങനെ മെഷർ ചെയ്യുമെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത് അല്ലേ? നമ്മൾ എന്ത് ചെയ്യുക? ആ മെഷർ ഇപ്പോൾ ബോയിലിംഗ് വാട്ടറിനെ നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ ഈ തെർമോമീറ്റർ എടുക്കുക, ബോയിലിംഗ് വാട്ടറിൽ നമ്മൾ ഡിപ്പ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ മെർക്കുറി ലെവൽ ഇങ്ങനെ റൈസ് ചെയ്ത് വരുന്ന കാണാം. റൈസ് ചെയ്ത് വന്നിട്ട് ഇത് 100°C, സാധാരണ നോർമലി ബോയിലിംഗ് വാട്ടറിൻ്റെ ടെമ്പറേച്ചർ എത്രയായിരിക്കും? 100°C ആയിരിക്കും. ഇപ്പോൾ 100°C എത്തുമ്പോൾ ഈ മെർക്കുറി എന്ത് ചെയ്യും?
മൂവ് ചെയ്യുന്ന നിർത്തിയിട്ട് അവിടെ സ്റ്റഡി ആയിട്ട് നിൽക്കും. ആ ഒരു സ്റ്റേറ്റിൽ നമ്മൾ ആ റീഡിങ് നോട്ട് ചെയ്ത് വെക്കുക. അതായിരിക്കും എന്ത്, ആ വെള്ളത്തിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്കത് മനസ്സിലായോ? നമ്മളിപ്പോൾ വാട്ടറിൻ്റെ പുറത്തോട്ട് എടുക്കുകയാണ് ആ തെർമോമീറ്റർ. അപ്പോൾ എന്ത് ചെയ്യും, വാട്ടറിൻ്റെ പുറത്തെടുക്കുമ്പോൾ എന്തായിരിക്കും, ടെമ്പറേച്ചർ വാട്ടറിനെ കാട്ടി കുറവായിരിക്കില്ലേ. അപ്പം നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ആ മെർക്കുറി ലെവൽ ഇങ്ങനെ താഴ്ന്ന് വരുന്ന കാണാൻ പറ്റും. നമുക്ക് ലബോറട്ടറി തെർമോമീറ്റർ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ? അതെന്താണ്, അത് പ്രോപ്പറായിട്ടൊരു മെത്തേഡല്ല, നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടൊരു മെത്തേഡല്ല ഈ ലബോറട്ടറി തെർമോമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്, ഹ്യൂമൻ ബീങ്സ് യൂസ് ചെയ്യാമെന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടൊരു സ്പെഷ്യലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്ലിനിക്കൽ തെർമോമീറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ തെർമോമീറ്ററിൽ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന മെർക്കുറിയാണ് കേട്ടോ. ഈ മെർക്കുറി എന്ന് പറയുന്നത് നല്ല ടോക്സിക് ആയിട്ടുള്ളൊരു സബ്സ്റ്റൻസ് ആണ്. അതുകൊണ്ട് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡിജിറ്റൽ തെർമോമീറ്ററാണ്. അതായത് മെർക്കുറി യൂസ് ചെയ്യാതെ തെർമോമീറ്ററാണ്. നമുക്ക് എന്ത് ചെയ്യും, ആ ടെമ്പറേച്ചർ എഴുതി കാണിച്ചു തരും അല്ലേ, എഴുതി കാണിച്ചു തരും. ഇവിടെ കൊടുത്തേക്കുന്നുണ്ടോ, ഇതാണ് ഡിജിറ്റൽ തെർമോമീറ്റർ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് എഴുതി കാണിച്ചു തരും. നമ്മൾ ടെമ്പറേച്ചർ നോക്കേണ്ട വസ്തുവിലോട്ട് ഡിപ്പ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് മെഷർ എഴുതി കാണിച്ചു തരും. നമുക്ക് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആണ്, യൂസ് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. മെർക്കുറി വെച്ചിട്ടുള്ളതാണെങ്കിൽ അത് പെട്ടെന്നിങ്ങനെ ബ്രേക്ക് ചെയ്ത് പോകാനൊക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സൺലൈറ്റിലൊക്കെ വെച്ചാൽ പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യതയൊക്കെ വളരെയധികം കൂടുതലാണ്. പിന്നെ മെർക്കുറി ടോക്സിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ അങ്ങ് വലിച്ചെറിയാനൊക്കെ പറ്റുമോ, അതൊന്നും പറ്റില്ല. അപ്പോൾ ഡിജിറ്റലാണ് തെർമോമീറ്റേഴ്സാണ് ഇപ്പോൾ എന്ത് ചെയ്യുക, കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ട് ഇപ്പോൾ ആൾക്കാർ യൂസ് ചെയ്യാറുള്ളത്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നതാണ് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ്. ഹീറ്റ് എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്ത് പോവുക? ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. നമ്മളിപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് നമ്മൾ അടുപ്പത്തോട്ട് വയ്ക്കുകയാണ്. ആ ഒരു സമയത്ത് നമ്മൾ അടുപ്പിൽ തീ എന്ത് ചെയ്യും, പതുക്കെ പാത്രത്തിന് ചൂട് നൽകും, കണ്ടിട്ടില്ലേ? അതിനുശേഷം എന്ത് ചെയ്യാൻ തുടങ്ങും, ആ പാത്രത്തിലിരിക്കുന്ന വെള്ളത്തിലോട്ട് ആ ചൂട് പോകാൻ തുടങ്ങും ഇല്ലേ? അങ്ങനെയാണ് വെള്ളം തിളയ്ക്കുന്നത്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവും. അപ്പോൾ ഹീറ്റ് എപ്പോഴും ട്രാൻസ്ഫർ ചെയ്യുന്നത് ഭയങ്കര ചൂട് കൂടിയ സ്ഥലത്ത് നിന്നും ചൂട് കുറഞ്ഞ സ്ഥലത്തേക്കാണ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതാണ് ചൂട് കൂടിയ അടുപ്പിൽ നിന്ന് ചൂട് കുറഞ്ഞ ആദ്യം ചൂടില്ലാതിരിക്കുന്ന പാത്രത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന കണ്ടില്ലേ? പിന്നെ അതിനുശേഷം എന്ത് ചെയ്യും, അതിൻ്റെ അകത്തിരിക്കുന്ന വെള്ളം, അതിനെക്കാട്ടി ചൂട് കുറഞ്ഞിരിക്കുന്നതാണ് വെള്ളം. ഉടനെ എന്ത് ചെയ്യും, ഈ പാത്രത്തിലിരിക്കുന്ന ചൂട് വെള്ളത്തിലോട്ട് ട്രാൻസ്ഫർ ആയിപ്പോവും. നമ്മളിപ്പോൾ പാത്രം ഇറക്കി വെക്കുകയാണെന്നിരിക്കട്ടെ, എന്ത് ചെയ്യും, ഈ വെള്ളത്തിലെ ചൂട് നമുക്ക് കാണാൻ പറ്റും. ഇവോപ്പറേഷൻ വഴി എന്ത് ചെയ്യും, നമ്മുടെ ചൂട് കുറഞ്ഞ സറൗണ്ടിങ്ങിലോട്ട് എന്ത് ചെയ്യും, സ്പ്രെഡ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഇതെല്ലാം കൊണ്ട് പറയാൻ പറ്റുന്നത് എന്താണ്, ഹീറ്റ് എപ്പോഴും ട്രാൻസ്ഫർ ചെയ്യുന്നത് ഹൈ ഹീറ്റുള്ള സ്ഥലത്ത് നിന്നും ലോ അല്ലെങ്കിൽ കൂളായിട്ടുള്ള സ്ഥലത്തായിരിക്കും എന്ത് ചെയ്യുക, ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുക. അതിനിവിടെ ഒരു എക്സ്പെരിമെൻ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ക്യാൻഡിൽ എടുത്ത് കത്തിച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മൾ 2 ബ്രിക്ക് വെച്ചിട്ട് ആ ബ്രിക്കിൻ്റെ ഇടയിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു റോഡ് വെച്ച് കൊടുക്കുകയാണ്. ബ്രിക്ക് തന്നെ വെക്കണമെന്നില്ല കേട്ടോ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്റ്റാൻഡ് വെച്ചാലും മതി. അതിൻ്റെ അകത്ത് നമ്മളൊരു റോഡ് കണക്ട് ചെയ്യണം, ഒരു മെറ്റലിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള റോഡ് വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് എന്ത് ചെയ്യുക, വാക്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാൻഡിലോ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെക്കുകയാണ്. ആ സമയത്ത് നമ്മളിങ്ങനെ ഈ മെഴുതിരിയുടെ അറ്റത്ത് ഈ റോഡിൻ്റെ അറ്റത്ത് നമ്മൾ തീ കൊടുത്തുകൊണ്ടിരിക്കുന്ന കണ്ടില്ലേ? ആ ഒരു സമയത്ത് എന്ത് ചെയ്യും, ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. നമുക്കിവിടെ കാണാൻ പറ്റും. ഹീറ്റ് ട്രാൻസ്ഫർ നടന്നാൽ ആദ്യം അതിൻ്റെ അടുത്ത് ഏതാണോ കൂളായിട്ടിരിക്കുന്ന സ്ഥലം അവിടെ ആയിരിക്കും അത് പെട്ടെന്ന് ഹീറ്റ് കൊടുക്കാൻ പറ്റുക അല്ലേ? അപ്പോൾ നോക്കിയേ, ഇവിടെ വാക്സ് ഏറ്റവും കൂടുതൽ വീണത് ഈ മെഴുകുതിരിയുടെ അടുത്തിരിക്കുന്ന സ്ഥലത്തല്ലേ, പിന്നെ അതിനെക്കാട്ടി കുറച്ചായിരിക്കും ഇപ്പുറത്തോട്ട്. ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കൂളർ റീജിയനിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് പിന്നെ നമുക്ക് ആ കമ്പിയിൽ തൊടാൻ പറ്റുമോ? പറ്റില്ല. അതെന്താവും, അത്രയ്ക്ക് ഹീറ്റായിട്ടിരിക്കുകയായിരിക്കും. അപ്പം നമുക്കിവിടെ ഈ വാക്സ് അല്ലേ, മെഴുകാണ്, അത് എത്രത്തോളം വീഴുന്നു എന്നതിനനുസരിച്ചിട്ട് നമുക്ക് ടെമ്പറേച്ചർ എത്രയാണെന്ന് പറയാൻ പറ്റും. ഇവിടെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഈ മെഴുകുതിരിയുടെ അടുത്തിരിക്കുന്ന സ്ഥലത്തായിരിക്കും ഏറ്റവും കൂടുതൽ ഹീറ്റുള്ളത്. അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ പറയട്ടെ, നമുക്ക് സൂര്യന് പോകാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? നമുക്ക് സൂര്യൻ്റെ അടുത്തോട്ട് പോകാൻ പറ്റുന്ന അതിൻ്റെ അടുത്ത സ്ഥലത്ത് എന്തായിരിക്കും, ഹീറ്റ് വളരെയധികം കൂടുതലായിരിക്കും. നമ്മൾ പോയാൽ കരിഞ്ഞു പോകും. പക്ഷെ നമ്മൾ ഇത്രയും കിലോമീറ്റർ ഡിസ്റ്റൻസ് നിൽക്കുന്നതുകൊണ്ടാണ് നമുക്കിവിടെ ജീവിക്കാൻ പറ്റുന്നത്. സൂര്യൻ എന്താണ്, ഭയങ്കര ഹോട്ടായിട്ടൊരു നക്ഷത്രമല്ലേ, അതുകൊണ്ട് നമുക്ക് അടുത്തോട്ട് പോകാൻ പറ്റില്ലല്ലേ. ആ ഒരു സമയത്ത് നമുക്ക് ഇത്രയും ദൂരെയാണെങ്കിൽ ജീവിക്കാൻ പറ്റും. ഇതുപോലെ തന്നെയാണ്
ഈ മെഴുകുതിരിയുടെ കേസ് ഇവിടെ പറയുന്നത്. അടുത്താണെങ്കിൽ എന്തായിരിക്കും, ഭയങ്കര ചൂടായിരിക്കും. അവിടെ അവിടെ നിന്നാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടന്ന് കൂളറായിട്ടുള്ള സ്ഥലത്തോട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. മനസ്സിലായോ? നമ്മൾ വീട്ടിലൊക്കെ പാത്രങ്ങളൊക്കെ നോക്കിയാൽ കാണാം, ഇപ്പം എല്ലാ പാത്രത്തിനും എന്ത് കാണും, ഒരു കൈ പിടിക്കാനുള്ള പിടി കാണുമല്ലേ. അതെന്ത് പ്ലാസ്റ്റിക് കൊണ്ടോ അല്ലെങ്കിൽ തടി കൊണ്ടോ ഒക്കെ നിർമ്മിച്ചതായിരിക്കും. ഇതെന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത്? അപ്പം നിങ്ങൾക്കത് അറിഞ്ഞൂടെങ്കിൽ അമ്മമാരുടെ അടുത്ത് ചോദിച്ചു നോക്കണം, അതെന്തിനാണ് അമ്മ അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അമ്മ പറയും എന്തിനാണെന്ന്, കയ്യിൽ ചൂടടിക്കാതിരിക്കാനാണ് മോനെയും അല്ലെ മോളെ എന്ന് പറയും. അതെന്തിനാണെന്നറിയാവോ? നമ്മുടെ ഈ വുഡോ പ്ലാസ്റ്റിക്കോ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഇതെന്താണ്, ഹീറ്റിൻ്റെ പുവർ കണ്ടക്ടേഴ്സാണ്. വളരെയധികം ഹീറ്റൊന്നും ഇതിൽ കൂടെ കടത്തിവിടില്ല. ഓരോ മെറ്റൽസും ഓരോ രീതിയിലായിരിക്കും ഹീറ്റ് കടത്തിവിടുക. അപ്പോൾ ചിലതൊന്നും ഒട്ടും കടത്തിവിടത്തില്ല. നമ്മൾ അമ്മമാർ ഈ തുണിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പാത്രങ്ങളൊക്കെ ഇറക്കി വെക്കുന്ന കണ്ടിട്ടില്ല. എന്താണ്, ഈ തുണിയൊന്നും ഹീറ്റിനെ അധികം കണ്ടക്ട് ചെയ്യാത്ത വസ്തുക്കളാണ്. വളരെ വേഗമൊന്നും അതിനകത്ത് ചൂടടിക്കില്ല. ആ ഒരു സമയത്ത് നമുക്ക് ഇതൊക്കെ കൈ പിടിക്കാനുള്ളതായിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ മെറ്റൽസ് ആയിക്കോട്ടെ, ഈ അലൂമിനിയം, അയൺ, കോപ്പർ പോലുള്ളവയൊക്കെ ആയിക്കോട്ടെ, ഇതൊക്കെ ഈ ഹീറ്റിനെ ഭയങ്കരമായിട്ട് പിടിച്ചെടുക്കാൻ കഴിവുള്ളവയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവയൊക്കെ പാത്രങ്ങളായിട്ടൊക്കെ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ പാത്രങ്ങളായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആഹാരമൊക്കെ കുക്ക് ചെയ്യാനായിട്ട് ഹീറ്റ് വേണമല്ലോ. ആ ഹീറ്റ് ഈ പാത്രങ്ങൾ വലിച്ചെടുത്തിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ആഹാര പദാർത്ഥങ്ങൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അത് കുക്ക്ഡ് ആവുന്നത്. അപ്പോൾ ഈ മെറ്റൽസ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് നല്ല ഗുഡ് കണ്ടക്ടർ, ഈ ഇലക്ട്രിസിറ്റി അല്ല, ഹീറ്റ് കടത്തി വിടുന്നവയെ കണ്ടക്ടേഴ്സ് എന്നാണ് പറയുന്നത്. ആ കണ്ടക്ടേഴ്സ് ഗുഡ് കണ്ടക്ടേഴ്സും ഉണ്ട്, ബാഡ് കണ്ടക്ടേഴ്സും ഉണ്ട്, അല്ലെങ്കിൽ പുവർ കണ്ടക്ടേഴ്സും ഉണ്ട്. ഈ ഗുഡ് കണ്ടക്ടേഴ്സാണ് കണ്ടക്ടേഴ്സ് എന്നാണ് അതിനെ വിളിക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അലൂമിനിയം, അയൺ, കോപ്പറൊക്കെയാണ് എക്സാമ്പിൾ. ഈ മെറ്റീരിയൽസ്, ചില മെറ്റീരിയൽസ് പുവർ കണ്ടക്ടേഴ്സ് ആയിരിക്കും. പ്ലാസ്റ്റിക്, വുഡ് പോലുള്ളവയൊക്കെ. അവയെ വിളിക്കുന്ന പേരെന്താണ്, ഇൻസുലേറ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഇവിടെ നമുക്കൊരു എക്സ്പെരിമെൻറ്റ് കൊടുത്തേക്കുന്ന കാണാൻ പറ്റും. ഇവിടെ നടക്കുന്ന പ്രോസസ്സിൻ്റെ പേരാണ് കൺവെൻഷൻ എന്ന് പറയുന്നത്. കൺവെൻഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്നാണ്. അതൊരു മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്, ഒരു രീതിയാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യണത്. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്, കൺവെൻഷൻ. ഈ കൺവെൻഷൻ പ്രോസസ്സ് കണ്ടുപിടിക്കാനായിട്ട് നമുക്കിവിടെ ഒരു എക്സ്പെരിമെൻറ്റ് തന്നിട്ടുണ്ട്. ഒരു റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് എടുക്കുക, അതിൻ്റെ അകത്ത് നമ്മൾ വെള്ളം ഫില്ല് ചെയ്യുക, 3/4 വെള്ളം ഫില്ല് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ അടിയിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ക്യാൻഡിൽ സെറ്റ് ചെയ്യുക. ഹീറ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാൻഡിൽ സെറ്റ് ചെയ്യുക. ഇതിൻ്റെ അകത്തോട്ട്, ഈ റൗണ്ട് ബോട്ടം ഫ്ലാസ്കിൻ്റെ അകത്ത്, വെള്ളത്തിൻ്റെ അകത്തോട്ട് നമ്മൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ക്രിസ്റ്റൽസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ സമയത്ത് എന്ത് ചെയ്യും, നമ്മുടെ ക്യാൻഡിലിൻ്റെ അടുത്തിരിക്കുന്ന ഏരിയ ആയിരിക്കുമല്ലോ ആദ്യം ചൂടാവുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഹോട്ടർ സബ്സ്റ്റൻസിൻ്റെ അടുത്തിരിക്കുന്ന ഏരിയ ആയിരിക്കും ആദ്യം ചൂടാവുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ഈ ബോട്ടം ചൂടാവും. നമ്മളപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് കൊടുക്കുന്ന ഈ മിക്സ്ചർ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എന്ത് ചെയ്യും, ഇതിൻ്റെ അടിയിലുള്ള ഭാഗം ഇങ്ങനെ ചൂടായിട്ട് അവിടുത്തെ വെള്ളം ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ പോകുന്ന ആ ഒരു മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ തിളച്ച കണക്ക് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ പോകും. അപ്പോൾ ഈ സൈഡിലുള്ള ഭാഗമൊക്കെ കുറച്ച് ഡിസ്റ്റൻസിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ചൂടാവാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമുക്ക് അവിടെ നിന്നൊരു മൂവ്മെൻറ്റ് കാണാൻ പറ്റും. ഈ സൈഡിലുള്ള വെള്ളമൊക്കെ താഴോട്ട് ഇങ്ങനെ വരുന്ന കാണാൻ പറ്റും. ഹീറ്റ് എടുക്കാനായിട്ടുണ്ടല്ലോ, ഇങ്ങനെ താഴോട്ടൊരു മോശം കാണാൻ പറ്റും. ഇങ്ങനെ വന്നിട്ട് ബോട്ടമിൽ, ആ വെള്ളം ബോട്ടത്തിൽ വന്നിട്ട് അവിടെ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് അത് മുകളിലോട്ട് ഇങ്ങനെ റൈസ് ചെയ്യുന്ന ഒരു പ്രതിഭാസം നമുക്ക് കാണാൻ പറ്റും. ആ ഒരു പ്രോസസ്സാണ് കൺവെൻഷൻ എന്ന് പറയുന്നത്. ഈ വെള്ളം മുഴുവൻ ചൂടാവുന്ന വരെ ഈ ഒരു പ്രോസസ്സ് നമുക്ക് കാണാൻ പറ്റും. എവിടെയൊക്കെ ചൂടാവാതിരിക്കുന്നു ആ ഒരു ഭാഗത്തെ വെള്ളം താഴെ വന്നിട്ട് എന്ത് ചെയ്യുന്നു, ചൂട് സ്വീകരിച്ചതിന് ശേഷം മുകളിലോട്ട് ഇങ്ങനെ റൈസ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് കൺവെൻഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എയറിൻ്റെ മൂവ്മെൻ്റാണ്. ഈ ഹീറ്റ് എടുക്കാനായിട്ട് നമ്മൾ വാട്ടറിൻ്റെ കാര്യത്തിൽ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്, ഇതുപോലെ എയറിന് മൂവ്മെൻറ്റ് സംഭവിക്കും. സെയിം പോലെ തന്നെയാണ്, വാട്ടറിൻ്റെ മൂവ്മെൻറ്റ് പോലെ തന്നെയാണ് ഇവിടെ. പക്ഷേ എയർ ആണെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കിവിടെ ഏറ്റവും അടുത്ത് ഹീറ്റ് എവിടെയാണോ ഉള്ളത് അവിടെ അടുത്തുള്ള എയർ ആദ്യം ഹീറ്റാവും. എന്നിട്ട് ബാക്കിയുള്ള ഹീറ്റ് എടുക്കാനായിട്ട് എയർ എന്ത് ചെയ്യും, അവിടോട്ട് ഹീറ്റ് സോഴ്സിൻ്റെ അവിടെ വന്നിട്ട് ഹീറ്റ് സോഴ്സിൽ നിന്ന് ഹീറ്റ് സ്വീകരിച്ചതിന് ശേഷം ഇതെന്ത് ചെയ്യും, റൈസസ് അപ്പ് ചെയ്ത് പോവും. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു എക്സ്പെരിമെൻ്റ് ഇവിടെ പറയുന്നുണ്ട്.
നമുക്ക് ഈ സെയിം പ്രോസസ്സ്, അതായത് കൺവെൻഷൻ തന്നെയാണ് എയറിൻ്റെ കേസിൽ നടക്കുന്നത് കേട്ടോ. അതിനായിട്ട് ഇവിടെ പറഞ്ഞേക്കുന്ന എക്സ്പെരിമെൻ്റ് എന്താണ്? നമ്മളൊരു ക്യാൻഡിൽ കത്തിച്ച് വയ്ക്കുക, എന്നിട്ട് അതിൻ്റെ സൈഡിലായിട്ട് കൈവയ്ക്കുക, മുകളിലായിട്ടും കൈവയ്ക്കുക, ഈ ഫിഗറിൽ കൊടുത്തേക്കുന്ന പോലെ. ആ സമയത്ത് നമ്മൾ നമ്മൾ വാട്ടർ റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് വെച്ചല്ലോ, അതുപോലെ തന്നെയാണ് നമ്മുടെ മുകളിൽ ഇരിക്കുന്ന കൈ ആക്ട് ചെയ്യുന്നത്. നമ്മൾ സൈഡിൽ വെച്ചേക്കുന്ന കൈ എന്താണ്? അത് ഈ സൈഡിലുള്ള വാട്ടർ പോലെയാണ് ആക്ട് ചെയ്യുന്നതൊക്കെ. ഈ മുകളിലുള്ള കൈ ആയിരിക്കും നമ്മുടെ ക്യാൻഡിലിന് നേരെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ ആയിരിക്കും ഒരുപാട് ഹീറ്റ് നമുക്ക് കിട്ടുന്നത്. ഹീറ്റ് ഡയറക്റ്റ്ലി ഇവിടെ വന്നല്ലേ അടിക്കുന്നത്. അപ്പോൾ ഹീറ്റ് സോഴ്സ് ഡയറക്റ്റ്ലി ഇവിടെ വന്നടിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു പോർഷനിലുള്ള എയർ ആയിരിക്കും ആദ്യം ചൂടാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കൈ ഇവിടെ വെച്ചേക്കുമ്പോൾ മുകളിലത്തെ ഈ ക്യാൻഡിലിന് നേരെ മുകളിലായിട്ട് പിടിച്ചേക്കുന്ന കൈയിലായിരിക്കും കൂടുതൽ ഹീറ്റ് ഫീൽ ചെയ്യുക. സൈഡിൽ വെച്ചേക്കുന്ന കയ്യിൽ കൺവെൻഷൻ കുറവായതുകൊണ്ട് എന്ത് ചെയ്യും? അവിടെയുള്ള ഹീറ്റ് വളരെയധികം കുറവായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലായോ? കൺവെൻഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് ഞാൻ വേറെ ഒന്നുമില്ല, ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു മെത്തേഡ് മാത്രമാണ്. ഹീറ്റിൻ്റെ അടുത്തിരിക്കുന്ന സോഴ്സ്, അത് വാട്ടർ ആയിക്കോട്ടെ എയർ ആയിക്കോട്ടെ, ഹീറ്റിന് ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്ന സോഴ്സ് ആയിരിക്കും. നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഈ കൈയാണ് അടുത്തിരിക്കുന്നതെന്ന് തോന്നും, പക്ഷേ അല്ല, കൈ ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്. നമ്മുടെ ഹീറ്റ് സോഴ്സിന് നേരെ ഇരിക്കുന്ന ഹീറ്റ് കറക്റ്റായിട്ട് വന്ന് പതിക്കുന്ന സൈഡിലോട്ടായിരിക്കില്ല, കറക്റ്റായിട്ട് വന്ന് പതിക്കുന്ന ഈ ടോപ്പിലിരിക്കുന്ന ഹാൻഡിലോട്ടായിരിക്കും. അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്. നിങ്ങളിത് ചെക്ക് ചെയ്ത് നോക്കുന്നു, വീട്ടിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പക്ഷേ കൈ പൊള്ളാതെ വളരെയധികം സൂക്ഷിച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഈ കടൽ തീരത്തൊക്കെ ജീവിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഈ കൺവെൻഷൻ പ്രോസസ്സ് എന്താണെന്ന് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കടൽ തീരത്തിൻ്റെ കരയിലൊക്കെ മണൽത്തരികളായിരിക്കുമല്ലോ. ഈ കരയായിരിക്കും ഈ കടലിനെ കാട്ടി ഏറ്റവും വേഗത്തിൽ ചൂടാവുന്നത്. കാരണം കടലിലുള്ളത് വാട്ടറും ഈ കരയിലുള്ളത് മണൽത്തരികളാണ്. അത് പെട്ടെന്ന് ഹീറ്റിനെ ഇങ്ങനെ അബ്സോർവ് ചെയ്ത് എന്ത് ചെയ്യും? ചൂടാവും. ഈ ചൂടാവുന്ന സമയത്ത് ഇതാണ് ഹീറ്റ് സോഴ്സായിട്ട് ആക്ട് ചെയ്യുന്നത്. നമ്മുടെ ക്യാൻഡിൽ കത്തിച്ച് വെച്ചില്ല, അതുപോലെ ഹീറ്റ് സോഴ്സായിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നത് ഇവിടെ കിടക്കുന്ന മണലാണ്. അപ്പോൾ ഈ കരയിലുള്ള ഈ മണലിന് ചുറ്റുമുള്ള കാറ്റ് എന്ത് ചെയ്യും? ഭയങ്കരമായിട്ട് ഹീറ്റാവുന്ന സമയത്ത് എന്ത് ചെയ്യും? അതിൻ്റെ അടുത്ത ഇടയ്ക്കാണ് കടൽ. അപ്പോൾ കടലിലുള്ള ഈ കൂളായിട്ടുള്ള കാറ്റുണ്ടല്ലോ എന്ത് ചെയ്യും? ഹീറ്റ് എടുക്കാനായിട്ട് ഈ കരയിലോട്ട് വരും. കരയിലോട്ട് വന്നിട്ട് എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ഹീറ്റ് എടുത്തിട്ട് റൈസസ് അപ്പ് ചെയ്ത് പോവും. അപ്പോൾ ഈ കരയിലുള്ള ചൂട് കാറ്റ് എന്ത് ചെയ്യും? ഈ സൈക്കിൾ കംപ്ലീറ്റ് ആക്കാനായിട്ട് ഈ കടലിലോട്ടും പോണ്ടേ? ആ ഒരു സമയത്താണ് ആ ഒരു കടലിൽ നിന്ന് ഇങ്ങനെ തണുത്ത കാറ്റ് കയറി വന്ന് ഇവിടുത്തെ ലാൻഡിലുള്ള ചൂടെടുക്കാനായിട്ട് കയറി വരുന്ന ആ ഒരു പ്രോസസ്സിനെ, ആ ഒരു ഫിനോമിനെ നമ്മൾ പറയുന്നതാണ് സീ ബ്രീസ് അല്ലെങ്കിൽ കടൽ കാറ്റ് എന്ന് പറയാറില്ലേ. അതുകൊണ്ട് എന്ത് ചെയ്യും? ഈ കടൽക്കരയിലുള്ള വീടുകളുടെ ജനലെല്ലാം എപ്പോഴും കടലിനെ ഫേസ് ചെയ്തായിട്ടായിരിക്കും ഇരിക്കുക. നല്ല കൂളായിട്ടുള്ള കാറ്റ് കിട്ടാൻ ഇത് സഹായിക്കും. ഈ കരയിൽ എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ ഈ മണലിന് ചൂടാവാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ചൂട് പോവാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ വാട്ടർ കുറേ നേരം എടുത്തിട്ടായിരിക്കും ചൂടാവുക, അതുപോലെ തന്നെ തണുക്കാൻ കുറേ സമയം എടുക്കും. അപ്പോൾ ഈ രാത്രിയാകുമ്പോഴും ഈ കഷ്ടപ്പെട്ട് ഈ വാട്ടർ ഇങ്ങനെ ചൂടായി വരികയാണ്. ചൂടായി വന്നിട്ട് ഈ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഈ വാട്ടർ ഒരു വിധമൊക്കെ ചൂടാവും. രാത്രി ആകുമ്പോഴും പക്ഷേ ഈ വാട്ടറിൻ്റെ ചൂട് അവിടെ തന്നെ നിൽക്കും. പക്ഷെ കരയിൽ അങ്ങനെയല്ല, പെട്ടെന്ന് ഇങ്ങനെ ചൂട് രാത്രി ആകുമ്പോഴത്തേക്കും നല്ല തണുപ്പായിരിക്കും കരയിൽ. ഈ ഒരു സമയത്ത് എന്ത് ചെയ്യും? ഈ കടലിലെ വെള്ളത്തിന് ചൂട് കാണും. എപ്പോൾ എന്ത് ചെയ്യും? ഈ കടലിലെ വെള്ളത്തിന് മുകളിൽ കിടക്കുന്ന എയർ ആയിരിക്കും പെട്ടെന്ന് ഹീറ്റഡ് ആവുക. അപ്പോൾ ഈ കരയിൽ നിന്ന് ഈ കരയിലെ തണുത്ത കാറ്റെന്ത് ചെയ്യും? അതെന്ത് ചെയ്യും? കടലിലോട്ട് മൂവ് ചെയ്തിട്ട് അവിടുത്തെ ചൂട് സ്വീകരിക്കാനായിട്ട് പോവും. ആ ഒരു സമയത്ത് ഈ കരയിൽ നിന്നായിരിക്കും കടലിലോട്ട് കാറ്റടിക്കുന്നത്. അതിനെ പറയുന്ന പേരാണ് ലാൻഡ് ബ്രീസ് അല്ലെങ്കിൽ കരക്കാറ്റെന്ന് നമ്മൾ പറയും. നിങ്ങൾക്ക് മനസ്സിലായോ? സിമ്പിളാണ്. ഈ പകൽ സമയത്ത് എന്ത് ചെയ്യും? പകലിലെ മണ്ണ് പെട്ടെന്ന് ചൂടാവും, പെട്ടെന്ന് തണുക്കുകയും ചെയ്യുന്നതാണ് ഈ മണലെന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് ചൂടാവുന്നതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യും? അതിന് മുകളിലുള്ള എയർസ് പെട്ടെന്ന് ചൂടാവും. അപ്പോൾ കടലിൽ നിന്ന് കാറ്റ് എന്ത് ചെയ്യും? ഈ ചൂട് സ്വീകരിക്കാനായിട്ട് കരയിലോട്ട് കയറി വരും. ഇപ്പോൾ തിരിച്ചാണെങ്കിൽ വാട്ടർ ആണെങ്കിൽ ഒരുപാട് സമയം എടുക്കും ചൂടാവാനായിട്ട്, പക്ഷേ പെട്ടെന്നൊന്നും തണുക്കുകയില്ല. ആ ഒരു സമയത്ത് രാത്രി ആയാലും കടലിലെ വെള്ളം ചൂടായി തന്നെ കിടക്കും. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള എയർ എന്ത് ചെയ്യും? ചൂടായി തന്നെ ഇരിക്കും. രാത്രി ആയാലും കഷ്ടപ്പെട്ടാണ് ചൂടാവുന്നതെങ്കിലും ചൂടായി തന്നെ ഇരിക്കും. ആ ഒരു സമയത്ത് ഈ കരയിൽ എന്ത് ചെയ്യും? പെട്ടെന്ന് ചൂടായിട്ട് തണുക്കുകയല്ലേ. ആ ഒരു സമയത്ത് കരയിലെ കാറ്റ് എന്ത് ചെയ്യും? കരയിലെ കാറ്റ് നല്ല തണുത്തതായിരിക്കും. അതെന്ത് ചെയ്യും? ചൂട് സ്വീകരിക്കാനായിട്ട് കടലിലോട്ട് പോകും. കടലിലോട്ട് പോയിട്ട് എന്ത് ചെയ്യും? ആ ഒരു ഫിനോമിനെ പറയുന്ന പേരാണ് ലാൻഡ് ബ്രീസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ?
പകല് കടലിൽ നിന്ന് ഇങ്ങോട്ട് കാറ്റടിക്കും, അതിനെ സീ ബ്രീസ് എന്ന് പറയും. രാത്രിയാകുമ്പോൾ കരയിൽ നിന്ന് കടലിലോട്ട് കാറ്റടിക്കും, ലാൻഡ് ബ്രീസ് എന്ന് പറയും. നമ്മൾ ഉച്ച സമയത്ത് ഇറങ്ങി നോക്കിയാൽ എന്ത് ചൂടാണല്ലേ. ഈ സണ്ണിൽ നിന്നുള്ള ചൂട് എങ്ങനെയാണ് ഭൂമിയിലെത്തുന്നത്? നമുക്കറിയാം, ഈ ഭൂമിയിലെ പല സ്ഥലത്ത് ഇവിടേക്കാണ് എയറുള്ളത്, എർത്തിലൊക്കെയാണ് എയറുള്ളത്, പല സ്ഥലത്ത് എയർ പോലും ഇല്ല. ആ ഒരു സമയത്ത് ഇത്രയും കിലോമീറ്റർ ദൂരെയുള്ള സണ്ണിൽ നിന്ന് എങ്ങനെയാണ് ഈ സൂര്യരശ്മികൾ ഇവിടെ എത്തുന്നത്? ഇത് കൺവെൻഷനാണോ അത് കണ്ടക്ഷനാണോ? അതൊന്നുമല്ല. ഇവിടെ സംഭവിക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് റേഡിയേഷനാണ്. ഈ റേഡിയേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ തരത്തിലുള്ള ഹീറ്റ് ട്രാൻസ്ഫറിന് ഒരു മീഡിയത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് റേഡിയേഷൻ്റെ പ്രത്യേകത. നമ്മളിപ്പോൾ ഒരു ചൂടായിട്ടുള്ള പാത്രം അല്ലെങ്കിൽ തിളപ്പിച്ച വെള്ളം നമ്മൾ കുറച്ച് നേരം പുറത്തിറക്കി വെച്ച് നോക്കുമ്പോൾ ഇതെന്ത് ചെയ്യും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിലെ ചൂടൊക്കെ അങ്ങ് മാറുമല്ലേ, അത് കൂൾ ഡൗൺ ചെയ്യും. ഈ ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്? റേഡിയേഷൻ എന്ന് പറയുന്നത്. സറൗണ്ടിലോട്ട് അങ്ങ് സ്പ്രെഡ് ആവുകയാണ് ഈ ഹീറ്റ് എന്ന് പറയുന്നത്. ചില സമയത്ത് ഇതിലൊരു മീഡിയം പോലും ആവശ്യം വേണ്ടി വരില്ല. ആ ഒരു പ്രോസസ്സാണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. മീഡിയത്തിൻ്റെ ആവശ്യമില്ലാതെ നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫറാണ് റേഡിയേഷൻ. നമ്മളെ ബോഡിയിൽ ഇത് നടക്കാറുണ്ട്. നമ്മളെ ബോഡിയിൽ നിന്ന് ഹീറ്റ് എന്ത് ചെയ്യും? സറൗണ്ടിങ്ങിലോട്ട് പോവാറുണ്ട്. അതുപോലെ തന്നെ സറൗണ്ടിങ്ങിലുള്ള ഹീറ്റ് നമ്മളെ ബോഡിയിൽ റേഡിയേഷൻ കാരണം എത്താറുമുണ്ട്. നമുക്കിവിടെ ഒരു എക്സ്പെരിമെൻ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് കറുത്ത പെയിൻ്റ് അടിച്ച ഒരു പാത്രത്തിലും ഒരു ക്യാനിലും പിന്നെ പെയിൻ്റ് അടിക്കാത്തൊരു ക്യാനിലുമായിട്ട് നമ്മൾ വെള്ളം ഫില്ല് ചെയ്ത് വെക്കുകയാണ്. ഏതായിരിക്കും ആദ്യം ചൂടാവുക? ഈ കറുത്ത പെയിൻ്റ് അടിച്ചതായിരിക്കും ആദ്യം ചൂടാവുക. അതായത് ഈ ഡാർക്ക് കളർ എപ്പോഴും എന്ത് ചെയ്യും? ലൈറ്റിനെ അബ്സോർബ് ചെയ്തെടുക്കും. അങ്ങനെ ലൈറ്റിനെ അബ്സോർബ് ചെയ്തെടുത്താൽ ആ അബ്സോർബ് ചെയ്തെടുക്കുന്ന പാത്രമായിരിക്കില്ലേ ആദ്യം ചൂടാവുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള വെള്ളമായിരിക്കും ആദ്യം ചൂടാവുന്നത്. നമ്മളിങ്ങനെ ചൂടാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഹീറ്റ് സോഴ്സ് തന്നെ വേണമെന്നില്ല. ഈ ഹീറ്റ് സോഴ്സിൻ്റെ വേറെ കുറേ ഫോംസ് ഉണ്ട്. അതായത് ഇലക്ട്രിസിറ്റി ഉണ്ട്, വുഡുണ്ട്, കോളുണ്ട്. ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഹീറ്റ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി പറ്റും. അതായത് നമ്മളിപ്പോൾ ഒരു ബൾബ് ഇട്ട് നോക്കി കഴിഞ്ഞാൽ കുറേ നേരം കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ തൊടാൻ പറ്റുമോ ബൾബിനെ? അതെന്തുകൊണ്ടാണ്? ആ ബൾബ് ഹീറ്റ് എനർജിയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ബൾബ് ഇട്ടാൽ തന്നെ നമുക്ക് അറിഞ്ഞൂടെ, കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിയിച്ചെടുക്കാൻ നമ്മൾ ബൾബ് ഇട്ടിട്ടാണ്, ഇൻക്യുബേറ്റർ വെച്ചിട്ടാണല്ലേ ചൂടാക്കി, ഈ ബൾബിൻ്റെ ചൂട് കൊണ്ടിട്ടാണ് ചില സ്ഥലത്തൊക്കെ ഈ കോഴിക്കുഞ്ഞിനെയൊക്കെ വിരിയിച്ചെടുക്കാറുള്ളത്. അതെന്തിനാണെന്നറിയാമോ? അതെന്താണ്? ഈ ബൾബ് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പം നമുക്ക് ഹീറ്റ് സോഴ്സിന് കറക്റ്റ് ഇങ്ങനെ തീ തന്നെ വേണമെന്നില്ല. നമുക്ക് പലതരത്തിലുള്ള ഹീറ്റ് സോഴ്സ് ഉണ്ട്. ഒരു എക്സാമ്പിളാണ് നമ്മുടെ സണ്ണും. നമ്മൾ സമ്മറിൽ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ലൈറ്റ് കളർ ഡ്രസ്സുകളായിരിക്കും. ഈ ലൈറ്റ് കളർ ഡ്രസ്സ് ഇട്ടാനുള്ള പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ ലൈറ്റ് കളർ ഡ്രസ്സ് ഹീറ്റിനെ കൂടുതലായിട്ട് അബ്സോർബ് ചെയ്തെടുക്കില്ല. ആ ഒരു കണ്ടീഷനിൽ നമ്മൾ സമ്മറിൽ നമുക്ക് എന്തായിരിക്കും? ഒരുപാട് ചൂടുള്ള സമയമാണല്ലേ, ആ സമയത്ത് നമ്മൾ ഈ ഡാർക്ക് കളർ ഡ്രസ്സ് ഇട്ടാൽ, ഡാർക്ക് കളർ ഡ്രസ്സാണെങ്കിൽ ഒരുപാട് ഹീറ്റിനെ അബ്സോർബ് ചെയ്തെടുത്ത് വയ്ക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഒരുപാട് ഹീറ്റ് നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ സാധാരണ നോർമൽ ഉള്ളതിനെക്കാട്ടി ഹീറ്റ് നമുക്ക് ഫീൽ ചെയ്യാം. നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. അപ്പോൾ ലൈറ്റ് കളർ ഡ്രസ്സ് ഇട്ടാലോ ഇത് ഒരു തരത്തിൽ ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് വെക്കില്ല. ആ ഒരു കണ്ടീഷനിൽ നമുക്ക് എന്തായിരിക്കും? കുറച്ചുകൂടെ കൂൾനെസ് ഫീൽ ചെയ്യും. ഇപ്പോൾ വിൻ്റർ സീസൺ ആണെങ്കിൽ നമ്മുടെ ബോഡിക്ക് കുറച്ച് ടെമ്പറേച്ചർ അത്യാവശ്യമാണ്. ആ ഒരു സമയത്ത് എന്താണ്? നല്ല തണുപ്പുള്ള കാലമല്ലേ, അപ്പോൾ നമ്മുടെ ബോഡിയെ ചൂടാക്കി വെക്കാനാണ് നമ്മൾ ഈ വൂളൻ ക്ലോത്ത്സൊക്കെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡാർക്ക് കളർ ക്ലോത്ത്സ് വിൻ്റർ സീസണിലാണെങ്കിൽ അതെന്ത് ചെയ്യും? കുറേ ടെമ്പറേച്ചറിനെയൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള, അബ്സോർബ് ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ബോഡി നല്ല ഹോട്ടായിട്ടിരിക്കാനായിട്ട്, ഹോട്ട് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കല്ല, നോർമൽ ടെമ്പറേച്ചർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ ഡാർക്ക് കളർ ഡ്രസ്സ് വിൻ്റർ സീസണിൽ ഇടുന്നത് കംഫർട്ടബിളാണ്. ഈ വൂളൻ ഗ്ലൗസ് എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ചെമ്മരിയാടുകളിലല്ലേ വൂൾസ് കാണുന്നത്. അവയ്ക്ക് എന്താണ്? ഈ തണുപ്പകത്തു നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കട്ടിയുള്ള വൂൾസ് അവരുടെ ശരീരത്തിൽ വരുന്നത്. സെയിം പർപ്പസാണ് വൂളൻ ഗ്ലൗസ് വഴി മനുഷ്യർക്കും കിട്ടുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഡ്രസ്സ് ധരിക്കുമ്പോൾ ഈ വൂളൻ ഗ്ലൗസിനിടയിൽ ഹെയർ പോലെ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യും? ഈ ചൂടായിട്ടുള്ള ഹെയർ ട്രാപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. ഈ ട്രാപ്പ് ചെയ്ത് വെക്കുന്ന ഹെയർ ഒരിക്കലും ഇതിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് പോവില്ല. അതായത് ഈ വൂളൻ ഗ്ലൗസ് എന്ന് പറയുന്നത് പുവർ കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ ഇൻസുലേറ്റേഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ടെമ്പറേച്ചർ നോർമലി ഒരു മനുഷ്യന് കാണുമല്ലോ, ആ ടെമ്പറേച്ചർ ഒന്നും പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ ബോഡി കുറച്ചുകൂടെ ഹോട്ടാക്കി വെക്കാൻ സഹായിക്കും. അപ്പോൾ നമ്മുടെ ഈ ജമ്മു കാശ്മീർ അവിടെയൊക്കെയുള്ള സ്ഥലങ്ങളിലുള്ളൊക്കെ ആൾക്കാർ കൂടുതലായിട്ട് ഈ വൂളൻ ക്ലോത്ത്സാണ് പ്രിഫർ ചെയ്യുന്നത്. അവർക്ക് തണുപ്പിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ടാണ് അവരിത് പ്രിഫർ ചെയ്യുന്നത്.
അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ചാപ്റ്ററിൽ. ഈ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് സെൽഷ്യസ് സ്കെയിൽ, കണ്ടക്ഷൻ, കണ്ടക്ടേഴ്സ്, കൺവെൻഷൻ, ഇൻസുലേറ്റർ, ഗ്ലാൻഡ് ബ്രീൻസ്, റേഡിയേഷൻ, സീ ബ്രീസ്, ടെമ്പറേച്ചർ, തെർമോമീറ്റർ, ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഒപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ് ആവശ്യമാണെങ്കിലും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി കാണും, എനേബിൾ ചെയ്യാനും മറക്കരുത്. 7ാം ക്ലാസ്സിൻ്റെ തന്നെ ഒരുപാട് വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്, അത് കാണാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.